ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്നതാണ്. മാപ്പിലില്ലാത്ത കപ്പലുകൾ കൂട്ടത്തോടെ പ്രത്യക്ഷപ്പെടുകയും നിലവിലുള്ള കപ്പലുകൾ അവിശ്വസനീയമായ വേഗത്തിൽ കടലിലൂടെ സഞ്ചരിക്കുന്നതായി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വിചിത്രമായ പ്രതിഭാസമാണ് അവിടെ അരങ്ങേറുന്നത്. ഇതിനെ പ്രേതക്കപ്പലുകളുടെ സാന്നിധ്യം അഥവാ ഗോസ്റ്റ് ഷിപ്പ് എന്ന് ലളിതമായി വിശേഷിപ്പിക്കാമെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അത്യാധുനികമായ ഇലക്ട്രോണിക് യുദ്ധമുറകളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്ന നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് കേവലം ഒരു യുദ്ധഭൂമി മാത്രമല്ല, മറിച്ച് ഡിജിറ്റൽ സിഗ്നലുകൾ കൊണ്ടുള്ള ഒരു പരീക്ഷണശാല കൂടിയായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയെ ആയുധമാക്കി കപ്പലുകളുടെ ദിശ മാറ്റുകയും തെറ്റായ വിവരങ്ങൾ നൽകി നാവിക ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ശേഷിയുള്ളതാണ്. ബ്ലൂംബെർഗ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിന് സമീപം നൂറുകണക്കിന് കപ്പലുകളുടെ നിഗൂഢമായ കൂട്ടങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ 200-ലധികം കപ്പലുകൾ ഒരേ സമയം ഒരു ക്ലസ്റ്ററായി കാണപ്പെടുന്നു. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാത്ത ഫാൻറ്റം കപ്പലുകളാണെന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ മണിക്കൂറിൽ 15 മുതൽ 16 നോട്ടിക്കൽ മൈൽ വേഗതയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ എണ്ണക്കപ്പലുകൾ 100 നോട്ടിക്കൽ മൈലിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതായി സിഗ്നലുകൾ കാണിക്കുന്നു. ഇത് പ്രായോഗികമായി അസാധ്യമാണ്. ഉദാഹരണത്തിന് അസ്പ്രൂഡ എന്ന ടാങ്കർ ജബലലിക്ക് സമീപം മണിക്കൂറിൽ 190 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതായാണ് GPS ഡേറ്റയിൽ രേഖപ്പെടുത്തിയത്. കപ്പലുകളുടെ ദിശയും സ്ഥാനവും നിർണ്ണയിക്കുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തെ അട്ടിമറിക്കുന്നതിലൂടെയാണ് ഇത്തരമൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നത്. ഇലക്ട്രോണിക് സിഗ്നൽ ജാമിംഗ് അഥവാ സ്പൂഫിംഗ് എന്നാണ് ഈ സാങ്കേതികവിദ്യ അറിയപ്പെടുന്നത്. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള GPS സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിലും ശക്തമായ വ്യാജ സിഗ്നലുകൾ അയച്ച് കപ്പലിലെ നാവിക ഉപകരണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയാണിത്. ഇത്തരത്തിൽ സിഗ്നലുകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ കപ്പലുകൾ അവയുടെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെയാണെന്ന് കാണിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അബുദാബിയിലെ പ്രദേശത്തിനുള്ളിൽ കപ്പലുകൾ വൃത്താകൃതിയിൽ നിലയുറപ്പിച്ചതായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റുവൈസിന് സമീപം ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Z ആകൃതിയിൽ കപ്പലുകൾ നിരന്നതായും മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ കാണിച്ചു. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുരാജ്യത്തിന്റെ നിരീക്ഷണത്തെ മറികടക്കാനും കപ്പലുകളുടെ യഥാർത്ഥ നീക്കം ഒളിപ്പിക്കാനുമാണ് ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ വാണിജ്യ കപ്പലുകൾക്ക് മേൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നട്ടെല്ലാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്ത് കടൽമാർഗം കടന്നുപോകുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇറാൻ ഈ മേഖലയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങളും സിഗ്നൽ ജാമിങ്ങും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ബ്രൈറ്റ് ക്രൂഡ് ഓയിലിന് വില ബാരലിന് $120 വരെ എത്തിയിരുന്നു. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളെ തുടർന്ന് വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും അസ്ഥിരത ഇപ്പോഴും തുടരുകയാണ്. കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതും ഡ്രോൺ ആക്രമണ ഭീഷണിയും കപ്പൽ കമ്പനികളെ ഈ പാത ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. മാർച്ച് ആദ്യവാരത്തിൽ കേവലം 5 കപ്പലുകൾ മാത്രമാണ് ഈ പാതയിലൂടെ കടന്നുപോയത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സാധാരണയായി 100-ലധികം കപ്പലുകൾ കടന്നുപോകുന്ന സ്ഥാനത്താണ് ഇതെന്നോർക്കണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയും ഒമാൻ ഉൾക്കടലിലൂടെയും കടന്നുപോകുന്ന ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കർശനമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലുള്ള 36 ഇന്ത്യൻ കപ്പലുകളും സുരക്ഷിതമാണെന്ന് ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംഘർഷം നിലനിൽക്കുന്നതിനാൽ ഈ കപ്പലുകൾക്ക് സുരക്ഷിതമായി പുറത്തു കടക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടി നൽകുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. PC മീനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക കോർ ഗ്രൂപ്പ് ഓരോ 3 മണിക്കൂറിലും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇതുവരെ ആക്രമണങ്ങളോ തടഞ്ഞുവെക്കലുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GPS സിഗ്നലുകൾ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പരമ്പരാഗത നാവിക രീതികളിലേക്ക് മടങ്ങാൻ കപ്പൽ ക്യാപ്റ്റന്മാർ നിർബന്ധിതരാക്കുകയാണ്. കടലിലെ കാഴ്ചകളെയും നക്ഷത്രങ്ങളെയും ഭൂപടങ്ങളെയും ആശ്രയിച്ച് കപ്പൽ നിയന്ത്രിക്കുക എന്നത് ആധുനിക കാലത്ത് വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം കപ്പലുകളിൽ മോക്ക് ഡ്രില്ലുകളും സുരക്ഷാ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. കടൽ കൊള്ളക്കാർ കയറുന്നത് തടയാനും ബോംബ് ഭീഷണികളെ നേരിടാനും കപ്പലുകൾ സജ്ജമായിരിക്കണം. കൂടാതെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലേക്ക് ദിവസേന റിപ്പോർട്ടുകൾ നൽകണമെന്ന് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുമായോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ യുദ്ധക്കപ്പലുകളുമായോ VHF ചാനൽ 16 വഴി ആശയവിനിമയം നടത്താൻ ക്യാപ്റ്റന്മാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ വിചിത്രവും എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്.
കപ്പലുകൾക്ക് US പിന്തുണയുള്ള ഇൻഷുറൻസും നാവിക അകമ്പടിയും നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലുപരി ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായി അദ്ദേഹം നടത്തിയ പരാമർശം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇത് മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസത്തിന് കാരണമായേക്കാം. വിൻവാർഡ് പോലെയുള്ള മാരിടൈം ഇന്റലിജൻസ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 1000-ലധികം കപ്പലുകളാണ് ഇതിനോടകം തന്നെ സിഗ്നൽ തടസ്സങ്ങൾ നേരിട്ടത്. ഈ ഇലക്ട്രോണിക് യുദ്ധം കേവലം സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, ആഗോള വാണിജ്യത്തെയും സാധാരണക്കാരന്റെ ജീവിതത്തെയും ബാധിക്കുന്നു എന്നതാണ് സത്യം. സമുദ്ര സുരക്ഷ എന്നത് ഇനി കേവലം ആയുധങ്ങൾ കൊണ്ട് മാത്രം സംരക്ഷിക്കാവുന്ന ഒന്നല്ല എന്ന പാഠമാണ് ഹോർമൂസ് കടലിടുക്കിലെ സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. സൈബർ ലോകത്തെയും ഭൗതിക ലോകത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണികൾ തകരുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. പ്രേതക്കപ്പലുകൾ യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ ഡിജിറ്റൽ തിരമാലകളിലൂടെയായിരിക്കും എന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ സ്വന്തമായി സുരക്ഷിതമായ നാവിഗേഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും സൈനികമായ കരുത്തിനൊപ്പം സാങ്കേതികമായ പ്രതിരോധവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ നിഴൽയുദ്ധം അവസാനിക്കുന്നതുവരെ ആഗോള വിപണിയും നാവികരും വലിയ ആശങ്കയിൽ തന്നെ തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.